ഗുഡ് മോർണിംഗ് ഓൾ. ഇൻഷുറൻസ് ഫീൽഡിൽ കഴിഞ്ഞ 20 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഡെയിലി നമ്മൾക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻ വരും. കസ്റ്റമേഴ്സ് വിളിക്കും, അതിൻ്റെ ഡൗട്ട്സുകൾ ചോദിക്കും. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഡൗട്ട്സുകൾ ചോദിക്കും, ടേം ഇൻഷുറൻസിൻ്റെയൊക്കെ. ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില അസുഖങ്ങൾ, അത് അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഗുളികളൊന്നും കഴിക്കുന്നില്ല, പക്ഷേ അതൊക്കെ പറയണോ പോളിസി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോളൂ, നമ്മൾ എന്തൊക്കെയാണോ ഇപ്പോൾ പോളിസി എടുക്കുമ്പോൾ പറയുന്നത് പ്രപ്പോസൽ ഫോമിൽ അതൊക്കെ നോട്ട് ചെയ്യും. ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബൈബിളാണ്, അതായത് ഇൻഷുറൻസിൻ്റെ ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ, ഭഗവത്ഗീതയാണ് ഈ പ്രപ്പോസൽ ഫോം എന്ന് പറഞ്ഞാൽ. ഈ പ്രപ്പോസൽ ഫോം ഇപ്പോഴല്ല ഇമ്പോർട്ടൻസ് വരിക, നമുക്ക് നാളെ ക്ലെയിം വരുമ്പോഴാണ് അവിടെ അണ്ടർ റൈറ്റിംഗ് ടീംസ്, ഇൻഷുറൻസിൻ്റെ കമ്പനി അതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഡോക്ടറോട് ഹോസ്പിറ്റലിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുക. ഇതിൽ രണ്ട് മിസ്മാച്ച് വന്നാൽ, അതായത് പ്രപ്പോസൽ ഫോമിൽ നമ്മൾ പറഞ്ഞ കാര്യവും ഡോക്ടറോട് നമ്മൾ ഹോസ്പിറ്റലിൽ പറഞ്ഞ കാര്യവും മിസ്മാച്ച് വന്നാൽ ക്ലെയിം റിജക്ഷൻ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം നമ്മൾ ഡോക്ടറെ അടുത്ത് പറയുന്നത്. അതിൽ മിസ്മാച്ച് വന്നാലാണ് ക്ലെയിം റിജക്ഷൻ. ക്ലെയിം റിജക്ഷനിൽ 10-15% വരെ കാണുന്ന കേസുകളിൽ അങ്ങനെയാണ് മിസ്മാച്ചാണ് വരുന്നത്. നമ്മളോട്, അതായത് കമ്പനിയോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പോളിസി എടുക്കുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ ഡോക്ടറോട് പറയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ തന്നെ പറയുക, അത് തന്നെ ഡോക്ടറോട് പറയുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ, നല്ല ദിവസം നേരുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് ഡേ.